പറയാമേ ചായ കൊണ്ടുപോടി. റബ്ബറിന്റെ വില വീണ്ടും കുറഞ്ഞു. ഇനി വല്ല ഷാപ്പ് നടക്കുക അതെങ്ങനെയാ? അതും ഇത് ചാക്കോ ചായ റബ്ബർ ഷീറ്റ് വാങ്ങാൻ സ്വർണത്തിന് മേൽ പണം പലിശ കൊടുക്കുന്ന ഒരു പാവം കോടീശ്വരൻ. പറയാമേ ചായ കൊണ്ടുപോടി. പിന്നെ ഒരു മേരി വന്നിരിക്കുന്നു. എടി മുട്ടക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കറിയാടെ മോള് തന്നെയല്ലേ? ഒന്നും പറയാം. ഇതേ ഞാൻ എനിക്കിട്ട് പണി തന്ന ആ മുട്ടക്കാരൻ കറിയാട് ചിരിക്കുന്ന പടം ഉണ്ടോന്ന് നോക്കിയതാണ്. അല്ല നീ എങ്ങോട്ടാ ഈ രാവിലെ ഇത്ര സിമ്പിളായി ഒരുങ്ങിയിട്ട്? ഞാൻ വിചാരിച്ചു നീ വല്ല കല്യാണത്തിന് പോവേ. കുറഞ്ഞു പോയോ എന്നൊരു സംശയം. നിന്റെ ഫോൺ അടിക്കുന്നു. പിന്നെ അവിടെ വെച്ച് വീട്ട് വെക്കാൻ നേരം ഞാൻ വേറെ ആരെങ്കിലും വെച്ചാൽ മതി എന്ന് പറയും. പക്ഷെ നീ എന്നെ നിർബന്ധിച്ചേക്കാം. ആ ഓക്കെ, അടുത്ത തവണത്തെ മരണത്തിന് നിന്നെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചോളാം. ഓക്കെ ആ ശരി ശരി. ഞാനാ ഞാൻ മരണം കൊണ്ട് വീട്ട് വെക്കുന്നത് എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ചോണ്ടേ. പിന്നെ ഞാനൊന്ന് സമ്മതിച്ചു. അല്ല എന്തിനാ നമ്മുടെ മോൻ? അവന്റെ ഒരു ആൽബം ഷൂട്ടിംഗ് കാശുകള്. എന്താ ആൽബം ഷൂട്ടിങ്ങിനൊരു കുഴപ്പം? അവൻ തന്നെ എഴുതി, അവൻ തന്നെ സംഗീതം ചെയ്ത്, അവൻ തന്നെ അഭിനയിച്ചതൊക്കെ സാധാരണ കാര്യം കൊണ്ട് പറ്റുമല്ലേ ചായ? അല്ല നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇനി കാശ് പോകുന്ന എന്റെ അല്ലേ? വരുന്നു നിന്റെ മോൻ. നിന്റെ മോൻ നിങ്ങളുടെ മോനല്ലോ? ഇവൻ ചാക്കോ മുതലാളിയുടെ ഒരേ ഒരു മകൻ ടോണി. നാട്ടുകാർ അവനെ ടിന്റുമോൻ എന്ന് വിളിക്കും. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ വിദ്യാർത്ഥി ഇപ്പോ പഠിത്തമൊക്കെ നിർത്തി ആൽബം പിടുത്തമാണ് പണി. ചുരുക്കം പറഞ്ഞാൽ പണിയില്ലാതെ വട്ടം കറങ്ങി നടക്കുന്ന ഒരു പൊട്ടൻ. കാശ് അപ്പനിൽ നിന്ന് കളയുവാൻ വേണ്ടി ജനിച്ച ഒരു മകൻ, അവൻ ടിന്റുമോൻ. എന്തുവാണ് നിന്റെ ഷൂട്ടിംഗ് ഒക്കെ? കാശ് കളയാൻ വേണ്ടി കുറെ പരിപാടികളും കൊണ്ട് ഇറങ്ങും. എന്തുവായി നിന്റെ കാര്യങ്ങളൊക്കെ? എന്താ നാടാ ഇത്? കാശ് കളയാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കോളും. എന്റെ നല്ല പ്രായത്തിലായിരുന്നെങ്കിൽ നീ എന്നെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വലിച്ചു കയറി ഒട്ടിച്ചാല്. ന്യൂ ജനറേഷൻ ആണ് പോലും. ന്യൂ ജനറേഷൻ ഇതൊക്കെ കേൾക്കുന്നവരെ നമിക്കണം. ഈ അവരുടെ ഡാൻസ് പറഞ്ഞ കാര്യം
ഈ സമയം ഇതിന് നല്ല ഞാൻ പഠിച്ച് അത് പഠിച്ചെടുത്തില്ല. എന്നാ ഞാൻ പോയിട്ടെ. ഓ ശരി ഞാൻ ശരി. ഞാൻ പോവാണേ. ഓ ശരി ശരി. കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് രാവിലെ ജോഗിങ് ആണ് ജോഗിങ്. അച്ഛായോ പട്ടി ഉണ്ടോ അവിടെ? കാർഷിക വായ്പ എഴുതിത്തള്ളു. ഇതെന്താ ചെയ്യാൻ രാവിലെ 10 മണിക്ക് അവനല്ലല്ലോ എനിക്ക് പോലും തരാറാണല്ലോ വായന. ചായോ ഓ രാവിലത്തെ പതിവ് വായിച്ചോണ്ട് എല്ലാത്തിനും. ഓ അതൊന്നും അല്ലടി. രാവിലെ ഒരു സ്വപ്നം കണ്ടു. അത് കണ്ടത് പിന്നെ മനസ്സിലായി. സ്വപ്നോ? എന്തോന്ന് സ്വപ്നം? നല്ല സരിതയുടെ ദിവസം വായിച്ചിട്ട് കിടന്നായിരുന്നു. എനിക്ക് മനസ്സിന് സന്തോഷമായിരുന്നു. അതൊന്നും അല്ലടി. ആ കണ്ട സ്വപ്നം കണ്ടത് പിന്നെ എന്റെ മനസ്സിന് ആകെ ഒരു വിഷമവും കാര്യം. എന്തോന്നാ ചെറിയ സ്വപ്നം കണ്ടേ? ഞാന് വെളുപ്പിനെ നല്ല ഉറക്കത്തിന് എന്നെ അതൊരു ആരോ തട്ടി വിളിച്ചുകൊണ്ട് ഒരു കൊണ്ടുപോയി ഒരു നിലം അതിന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ നിലം മുഴുവൻ നിലത്തുള്ളതാണ്, അതിന് വലിയ വില പിടിക്കേണ്ടി. അത് കണ്ടപ്പോൾ തൊട്ട് എന്റെ മനസ്സിലാകെ വിഷമവും. ഞാൻ പെട്ടെന്ന് ഞെട്ടി പഴയ വീടൊക്കെ ഈ 10,000 പൊടിച്ചു നോക്കിയെല്ലാം കണ്ടാലോ. അല്ല അച്ഛനെ സ്വപ്നം കണ്ടപ്പോ ഇത് എവിടെ വെച്ചതെല്ലാം കണ്ടോ? ഓ അതെങ്ങനെയാ നായ എന്തെങ്കിലും പോയ പോലെ ഒരു സ്വപ്നം കണ്ടോണ്ട് എന്റെ സമാധാനം കളഞ്ഞു. എടി നീ ഒന്ന് പോകുന്നുണ്ടോ? ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട് നല്ല തറവാട്ടുകാരും കുടുംബക്കാരും, അല്ലാതെ മുട്ടക്കാരൻ കറിയാടെ കുടുംബം പോലെയല്ല. അതെങ്ങനെ മുട്ടക്കാരൻ കറിയാടെ മകളോട് വളർന്നിട്ട് എന്താ കാര്യം? എടി അച്ഛനെ വിളിച്ചിട്ടൊന്നും കാര്യം. എന്റെ ഒരു 1000 രൂപ പോവല്ലാതെ ഒരു നിധിയും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ വേറെ വല്ലതും ചിന്തിച്ചാലും ഒരു വഴിയുണ്ട്, എനിക്ക് കിട്ടിപ്പോയി. എന്താണെന്നറിയാമോ? ആകുമ്പോൾ എന്താണ് കുറെ ആട്ടവും പാട്ടും കഴിഞ്ഞു നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്നതും പോവും, കാശും പോവും. അല്ലാതെ നിധി കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകും.